ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കുളിച്ച് നനച്ചൊക്കെ ലൈവ് വരാമെന്ന് വിചാരിച്ച സമയം ഇത്തിരി ലേറ്റാവും. ലൈവ് സോറി. എപ്പോഴും നമ്മൾ ലൈവിൻ്റെ ആ ഒരു ചിന്തയാണ് നമ്മുടെ മൈൻഡ് മൊത്തം. ലൈവ് വന്ന് വന്ന് അത് തന്നെയാണ് നമ്മുടെ മൈൻഡിൽ. ഞാൻ 8 മണിയോ 9 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു ലൈവ് വന്നു. 8 മണിയായെന്ന് തോന്നണം ലൈവ് വന്ന് 1 മണിക്കൂർ ലൈവ് പറഞ്ഞ് 2 മണിക്കൂർ ലൈവ് ഇരുന്ന് ഇപ്പം ലൈവൊക്കെ കട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നിത്യമായിട്ട് ഇപ്പം നമ്മൾ 4 ദിവസം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണല്ലോ. ഞാനും എൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇപ്പം 4 ദിവസം മുടങ്ങാണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ ആ മുടക്കം വരുത്തണ്ടെന്ന് കരുതിയിട്ട് ഇന്ന് ഞാൻ ഈ 10:30 മണി സമയത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക. എപ്പോഴെങ്കിലും ഒരു വഴിത്തിരിവുണ്ടാകുമെന്ന വിശ്വാസത്തിൽ നിത്യവും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്. ഇനി നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നില്ല, കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അതിനൊരു കുറവ് വേണ്ടാന്ന് കരുതിയിട്ട് എൻ്റേതായ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്. ഞാൻ എൻ്റെ ജോലി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും നമുക്കൊരു വഴിത്തിരിവുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ. വിശ്വാസം കൈവിടരുത് കേട്ടോ നിങ്ങളെല്ലാവരും. ഏത് കാര്യത്തിലും എന്ത് കാര്യത്തിനായാലും നിങ്ങളാരും വിശ്വാസം കൈവിടരുത് കേട്ടോ. നമുക്കും വരുമെന്ന ഒരു ദിവസം. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈശോ പറഞ്ഞതുപോലെ മുട്ടുവിൻ തുറക്കപ്പെടും. മുട്ടിക്കൊണ്ടേയിരിക്കുവിൻ എന്നെങ്കിലും ഒരു നാൾ നമുക്ക് ഉത്തരം കിട്ടും. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളില. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതുന്നുണ്ട്. വരികളൊക്കെ കറക്റ്റ് ആണോ എന്ന് എനിക്ക് ചോദിച്ചാൽ അറിയില്ല. ഈശോയുടെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് പാടണമെന്ന് തോന്നി. പാടി. എപ്പോഴും പറയുന്നത് പോലെ ഫാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് കഥ പറയുന്നത് കൊണ്ട് ചൂട് ഇങ്ങനെ നമ്മളെ വാരിപ്പുണരുന്നുണ്ട്. ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് പുറമൊക്കെ കഴുകിയിട്ടാണ് കിടക്കണം. ഒന്നീ കുളിക്കല്ലേ പുറം കഴുകും. ഇപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറം കഴുകണം, കിടക്കണം. കഴിച്ചില്ല. ഇന്ന് ജോലിക്ക് പോയില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പം മടിച്ചു, ജോലിക്ക് പോയില്ല. 9:30 മണി വരെ കിടന്നിട്ട് എണീറ്റ് വിചാരിച്ച് ഒന്ന് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ചെറിയ പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കുഞ്ഞതെടുത്ത് വെച്ചിട്ട് പിന്നെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, മീനൊക്കെ വാങ്ങണം, ചോറും കറിയൊക്കെ വെക്കണമെന്ന് വിചാരിച്ച് മീനെ എന്ന് വിളിച്ചുകൊണ്ട് പോകണമുണ്ട്. കുറേ സമയം അവനെ നോക്കി നിന്നിട്ട് അവനെ കാണാനില്ല. പിന്നെ ആ വീഡിയോ എടുപ്പൊക്കെ അങ്ങ് അവിടെ നിലച്ച്. ഞാൻ കരുതി മീൻ വാങ്ങുന്നതും കറി വയ്ക്കുന്നതും ചോറ് കഴിക്കുന്നതും എന്തെങ്കിലും വിശേഷമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വെപ്പും കുടിയൊന്നും ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് മാത്രമായിട്ട്, ഞാൻ ചേട്ടൻ മോനൊക്കെ പോയി കേട്ടോ. അവരൊക്കെ ഇന്ന് പുറത്തുനിന്ന് തന്നെയാണ്. പുറത്തുനിന്ന് രണ്ടാളും പുറത്തുനിന്ന്. വല്ലപ്പോഴൊക്കെ അങ്ങനെയാകാം അല്ലേ? വല്ലപ്പോഴും അങ്ങനെയും ആകാം. എന്ന് വീട്ടിലെ ഫുഡ് കഴിച്ചാലേ, എന്നും എല്ലാവരും വീട്ടിലെ ഫുഡ് കഴിച്ചാൽ ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നവരൊക്കെ കഷ്ടത്തിലാവില്ലേ സുഹൃത്തുക്കളെ? നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വീട്ടിലും ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ ഹോട്ടലിട്ടേക്കുന്നവരും ജീവിക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ പിന്നെ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവർ, പാർസൽ കൊടുക്കുന്നവരുണ്ട്. എന്തോന്ന് ടൊമാറ്റോയോ ഇങ്ങനെ ഓരോരോ സംഭവം വഴിയൊക്കെ ഫുഡുകൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അവർ ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിച്ചാൽ അവരൊക്കെ കഷ്ടത്തിലാവും. അവർക്കും ജീവിക്കണ്ടേ? നമ്മളെപ്പോലുള്ളവർ അവരെ ഫുഡ് വാങ്ങിച്ചൊക്കെ സഹായിച്ചാലല്ലേ അവർക്കൊക്കെ ഒരു നേട്ടം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ചേട്ടനും മോനൊക്കെ അങ്ങ് പോയി. ഞാനും കിടന്നു. 9:30 മണി വരെ കിടന്നിട്ട് എണീറ്റിട്ട്, പിന്നെ കാര്യമുണ്ട്, ചേട്ടൻ നമ്മളെ ശല്യം ചെയ്യാറില്ല. ജോലിക്കൊക്കെ പോകാതെ നമ്മൾ കിടന്നാൽ നമ്മളെ ശല്യം ചെയ്യാറില്ല കേട്ടോ. ചേട്ടനും പോകണ്ടെങ്കിൽ, ചേട്ടനും വീട്ടിലുണ്ടെങ്കിൽ ഞാൻ 9 മണി 9:30ക്കൊക്കെ ശേഷം എണീറ്റ് തന്നെയാണ് നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ 9:30 മണി കിടന്നിട്ട് എണീറ്റ് ഇങ്ങനെ ഹോം ടൂർ ചെയ്യാനൊക്കെ ആലോചിച്ചിട്ട് ഒരു ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്തിട്ട്
വെപ്പും കൂടി ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ അങ്ങ് മടിച്ചു. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ദിവസം ഹോം ടൂർ ചെയ്യാം. പലരും പറയുന്നുണ്ട്. ഹോം ടൂർ തന്നെ, ഹോം ടൂർ അല്ല, സോറി കേട്ടോ, സോറി. ഹോം ടൂർ അല്ല, ഡേ മൈ ലൈഫ് അതിനാണ് ഹോം ടൂർ എന്ന് വന്നാൽ. പലരും പറയാറുണ്ട് നമ്മളെ ഹോം ടൂർ ചെയ്യാനൊക്കെ. അപ്പോൾ ഡേ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നടന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ മടിയാണ് എല്ലാത്തിനും പ്രശ്നം. എപ്പോഴെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ ഡേ മൈ ലൈഫ് ചെയ്യാനായാലും ഹോം ടൂർ ചെയ്യാനും ഒക്കെ ആരെങ്കിലും ഒരാൾ കൂടെ സപ്പോർട്ടൊക്കെ വേണമപ്പാ. ആരെങ്കിലും ഇതുപോലെ ഫോൺ ഓൺ ചെയ്ത് വെച്ച് കഥ പറയും പോലെ അല്ല. ഹോം ടൂർ ചെയ്താലും പിന്നെ ഡേ മൈ ലൈഫ് ചെയ്യാനായാലും ഒരാളുടെ സപ്പോർട്ടും കൂടെ വേണം. അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് റിസ്ക്കും ഉണ്ട്. ഒരു ദിവസം മൊത്തം അതിൻ്റേതായ റിസ്ക്കും ഉണ്ട്. എന്നാലും ഞാൻ ഇന്നതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, എന്തെങ്കിലുമൊക്കെ നമ്മുടേതായ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തുന്നത്. 2 മണിക്കൂർ ലൈവിരുന്ന് അതിൻ്റേതായ ഒരു ക്ഷീണമുണ്ട്. ഇതിനിടയിൽ ഷോർട്ട് ഇട്ട് അതിനും അതിൻ്റേതായ ഒരു ക്ഷീണമുണ്ട്. ഞാൻ എപ്പോഴും പറയും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, എൻ്റെ ജോലികൾ ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കും. എൻ്റെ ജോലികൾ എന്നെക്കൊണ്ട് പറ്റുന്ന സമയമൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും, വീഡിയോസ് ഇടുന്നതായിരിക്കും. യൂട്യൂബിൽ നമ്മുടേതായ ജോലികൾ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. യൂട്യൂബിൽ വരുന്ന മേക്കപ്പൊന്നും ഇല്ലാണ്ട് വരുന്ന ഒരു വ്യക്തി ഞാനാണെന്ന് തോന്നുന്നു. ഇച്ചിരി മേക്കപ്പൊക്കെ ഇട്ട് വരണമെന്ന് പലവട്ടം വിചാരിക്കും. പക്ഷേ വീണ്ടും ഒരു ദിവസം മേക്കപ്പ് ഇട്ട് വന്നാലും പിറ്റേന്ന് നമ്മൾ പഴയപടി തന്നെയാണ്. ഞാൻ എങ്ങനെയാണോ അതൊക്കെ തന്നെയാണ്. എന്നാലും പഴയ യൂട്യൂബിലൊക്കെ വരുന്നതിന് മുമ്പേയുള്ള മേക്കപ്പ് പോലും ഇപ്പം യൂട്യൂബിൽ വന്നതിന് ശേഷം ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എന്താ ചെയ്യുക, അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെയോ കഥകൾ നിന്നോടന്നു നിങ്ങളോട് ഞാൻ പറയുന്നു. എൻ്റേതായ മനസ്സിലൂടെ വരുന്ന വാക്കുകൾ നാവിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം. ഇപ്പോൾ രാവിലെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു അതൊക്കെ അങ്ങ് മാറിപ്പോയിന്നേ. ഒന്ന് പറഞ്ഞു വരുമ്പോൾ പിന്നെ വേറെ അങ്ങ് വിട്ടുപോകുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ രാവിലെ എനിക്കായിട്ട് കാപ്പികളൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ രാവിലെ ചായയും കുടിച്ച് ഒരു പഴവും കഴിച്ച്, പിന്നെ നമ്മുടെ ഇന്നലത്തെ ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ വെഡ്ഡിങ് ഡേയുടെ കേക്ക് ഇരുന്ന് അതും ഒരു പീസ് കഴിച്ചു. പിന്നെ അതിനിടയിൽ ഉച്ചയ്ക്ക് എന്തോ വേറെ എന്തോ കഴിച്ചു. എന്തൊക്കെയൊക്കെ നൈസായിട്ടൊക്കെ അങ്ങ് കഴിച്ചിട്ട് ചോറ് ഒരു വൈകുന്നേരം 5:30 മണിയൊക്കെ ആയപ്പോഴാണ് ചോറ്. മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ബിരിയാണി ഇന്നലെ വെച്ച് ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നേ. ബിരിയാണി 2 ആൾക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ആവി കയറ്റി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിച്ചില്ല. മോനും വന്നപ്പോൾ അവനും പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നെന്ന് പറഞ്ഞ്. പിന്നെ എനിക്ക് മാത്രമായിട്ട് ചൂടാക്കാനും എടുക്കാനും മടിച്ചിട്ട് ഞാനത് എടുത്തില്ല. ഇച്ചിരി ചോറ് എടുത്ത് ചമ്മന്തി അരച്ച് ചോറും വെള്ളം ഒഴിച്ച് കേട്ടാ. ഫ്രിഡ്ജിലിരുന്ന ചോറിനെടുത്ത് വെള്ളം ഒഴിച്ച് ഇച്ചിരി ചമ്മന്തിയും കൂടെ അരച്ച്, ചമ്മന്തിയും കരുവാട് ഉണക്കമീനുണ്ടായിരുന്നു അതിനെയും കൂടെ വറുത്ത് ഞാൻ ചമ്മന്തിയും ഉണക്കമീനും കൂട്ടി കഞ്ഞി പോലെ കുടിച്ചു. പഴങ്കഞ്ഞി പോലെ വാരി കുടിച്ചു. ഇപ്പോഴും രാത്രിയും വിശപ്പൊന്നുമില്ല. കഴിച്ചപ്പോൾ 5:30 മണിയായേ. വിശപ്പൊന്നുമില്ല. ഫ്രിഡ്ജിൽ ബിരിയാണി ഇരിപ്പുണ്ട്. എടുത്ത് എന്തായാലും ആവി കയറ്റണം. മോനും ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റേതായ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഞാനും എൻ്റെ വിശേഷങ്ങളുമായിട്ടൊക്കെയാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. എത്ര മിനിറ്റ് ആയെന്നറിഞ്ഞൂടാ. എത്ര മിനിറ്റെങ്കിലും ആവട്ടെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇനിയിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തൊക്കെ വരുമ്പോൾ 11 മണിയാവണം, 11:30 ആവണം, അറിഞ്ഞൂടാ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ശുഭരാത്രി, സുഖനിദ്ര.